സിദ്ദിഖ് എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച സൂചനകളില്ല. സിദ്ദിഖ് ഒളിവിലാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്കും പറയാൻ കഴിയുന്നത്. സിദ്ദിഖിനെ ചില ഹോട്ടലുകളിൽ കണ്ടു എന്ന സൂചന. അവിടേക്ക് പോലീസ് എത്തുന്നു, പരിശോധന നടത്തുന്നു. കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹോട്ടലുകളിലൊക്കെ അന്വേഷണ സംഘം ഇതിനോടകം പോലീസ് സംഘത്തെ അയച്ച് സിദ്ദിഖിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അടിയന്തരമായി വളരെ വേഗത്തിൽ അറസ്റ്റിലേക്ക്, തുടർ നടപടികളിലേക്ക് പോലീസ് സംഘം കടക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഈ നീക്കങ്ങളിൽ നിന്ന് നമ്മൾ വിലയിരുത്താൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലെ പരാമർശങ്ങൾ തന്നെയാണ്. സിദ്ദിഖിന് കനത്ത തിരിച്ചടിയാണ് ആ ഉത്തരവിലെ പരാമർശങ്ങളെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇത്തരം കേസുകളിൽ പ്രതികളാകുന്നവരോട് ഏത് തരത്തിലായിരിക്കും കോടതികൾ ഒരു സമീപനം സ്വീകരിക്കുക എന്നതുകൂടി ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമാണ്. ഈ പരാതിക്കാരിയെ, അതിജീവിതയെ, അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുക, അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് നീങ്ങുന്നവർക്ക്, അതിന് തയ്യാറെടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ ചുമതലപ്പെടുത്തുന്നവർക്കൊക്കെയുള്ള വലിയ താക്കീതും മുന്നറിയിപ്പും കൂടിയായി ഈ കോടതി ഉത്തരവ് ഈ ഘട്ടത്തിൽ മാറുന്നുണ്ട് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങൾ ഹൈക്കോടതി അപ്പാടെ നിരാകരിക്കുകയാണ്. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അത് അനാവശ്യമാണെന്ന് കോടതി പറയുന്നു. അത്തരം കാര്യങ്ങളല്ല ഈ ഘട്ടത്തിൽ പരിഗണിക്കുക എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടതെന്ന് കോടതി പറയുന്നു. പരാതിക്കാരി ആക്രമിക്കുകയും അവരെ നിശബ്ദയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോടതി ഈ പ്രധാനപ്പെട്ട പ്രതി പുറത്തിറങ്ങുമ്പോൾ അത് ഏതൊക്കെ തരത്തിൽ ഈ അതിജീവിതയ്ക്കുണ്ടാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സൂചിപ്പിക്കുകയും അത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഇവിടെ വേണം എന്ന ഒരു വാദം കോടതി തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. കേസിൻ്റെ ശരിയായ അന്വേഷണത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കണം, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണം എന്ന് പറയും. നേരത്തെ ഈ അതിജീവിത സ്വന്തം നിലയ്ക്ക് ഒരു അഭിഭാഷകനെ വെച്ചിരുന്നു. അത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനായിരുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോഴും ഫേസ്ബുക്കിൽ കുറിച്ചപ്പോഴും ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. നമ്മൾ ഈ പറയുന്ന ഈ നിമിഷം വരെ സിദ്ദിഖ് എന്ന ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. കോടതി അത്തരമൊരു തടസ്സവാദങ്ങളും ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്കും പോയിരുന്നില്ല. ഇപ്പോഴിതാ മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ അത് നിരാകരിച്ചു എന്ന് ഉറപ്പായപ്പോൾ പോലീസ് തലങ്ങും വിലങ്ങും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നീങ്ങുകയാണ്. ഇന്നലെ ഈ വിധി ഇന്നുണ്ടാകുമെന്ന് കോടതി ലിസ്റ്റ് ചെയ്യപ്പെട്ട, വിധി പറയാൻ വേണ്ടി കേസുകൾ ലിസ്റ്റ് ചെയ്യുന്ന തീരുമാനം, അല്ലെങ്കിൽ ആ ഹൈക്കോടതി രജിസ്ട്രാറിയുടെ ആ ഉത്തരവ് ഇന്നലെയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഏതൊക്കെ കേസുകളിൽ വിധിയുണ്ട് എന്നത് ഇന്നലെ വൈകിട്ട് അറിയാം. അപ്പോൾ ഈ കേസ് ഇന്ന് വിധി പറയാൻ മാറ്റിവെച്ച സാഹചര്യത്തിൽ ഈ പ്രതി എവിടെയുണ്ട്, അയാൾ എവിടേക്കെങ്കിലും പോകാൻ സാധ്യതയുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചില്ലേ എന്ന ഗൗരവമുള്ള ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അത്തരം കാര്യങ്ങൾ, ആ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെട്ടിരു, അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് ഈ പ്രതി രാജ്യം വിടാതിരിക്കാനുള്ള തെരച്ചിൽ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റ് എത്രയും വേഗം ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം പോലീസിന് മേൽ ലഭിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് മേൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്.